ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരു ഓണം ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓണത്തിന് നിങ്ങൾക്ക് സ്കൂളില് കോളേജില് എവിടെയാണെങ്കിലും ട്യൂഷൻ സെന്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസിലോ എവിടെയായാലും ഓണപരിപാടിയൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള കുറച്ച് ധാവണി സെറ്റ്സ് ഒക്കെയാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത്. സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ ആദ്യം ഞാൻ ഓൾറെഡി ഇതൊരു ഗെറ്റ് റെഡിയിൽ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ അമ്പലത്തിൽ പോണ ഒരു വീഡിയോയിൽ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ ഇതാണ് ഇട്ടുകൊണ്ട് പോയത്. ദാ ഈ ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ഒരു ആക്ച്വലി ഇതൊരു ധാവണി സെറ്റാണ്, ഹാഫ് സാരി സെറ്റ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്കേർട്ട് കാണിച്ചു തരാം. ഇതാണ് ആർട്ട് സിൽക്ക് വരുന്ന പാവാട വന്നിട്ട് ആൻഡ് ഓൾസോ തുമ്പിൽ ഇതേപോലെ ഒരു ബോർഡർ വരുന്നുണ്ട്. ബോർഡറിൽ മിക്സ് ഓഫ് കളേഴ്സാണ്, ഓറഞ്ച്, ഗ്രീൻ, പിങ്ക് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ പാവാട വരുന്നത്. ഓക്കെ, ഇതാണ് പാവാട. ആൻഡ് ഗൈസ് ഇതെല്ലാം വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ ഹിപ്പിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ കൂടെ, ഒരു ചെയിൻ അല്ല ഒരു ടൈപ്പ് ഓഫ് ബാൻഡ് കൂടെ അവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് ഇടണ ഇഷ്ടമല്ല. അരഞ്ഞാണല്ലേ ഈ ഹിപ്പ് ചെയിൻ എനിക്ക് ഓക്കെയാണ്, പക്ഷെ ഇവരൊരു ഈ ഇങ്ങനത്തെ ഈ ഒരു പട്ടിൻ്റെ ഒരു സാധനം വെച്ചേക്കണം. അപ്പോൾ എനിക്കത് താല്പര്യമില്ല. ഓക്കെ ഗൈസ്, ഇത് സെമി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു ധാവണി സെറ്റാണ്. ആൻഡ് ഇത് ഞാൻ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആ ഹൂക്കൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് സെമി സ്റ്റിച്ചഡാണ്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വീഡിയോയിൽ രണ്ട് കളറാണ് ഗൈസ്. ഇതെല്ലാം രണ്ടും ഒരു കളറാണ്. ഇനി എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണ്, കണ്ട ആളുടെ പ്രശ്നമാണ് എനിക്കുണ്ട്. പക്ഷെ എൻ്റെ കണ്ണിൽ ഇത് രണ്ടും ഒരേ കളറാണ്. ആൻഡ് ഈ ഒരു ഞാൻ എങ്ങനെ ബ്ലൗസ് ഗൈസ്, ബ്ലൗസിൻ്റെ തുണിയാണ് വരുന്നത്. അത് 1 മീറ്ററിനകത്തൊക്കെ വരും. അപ്പോൾ 1.25 മീറ്ററൊക്കെ വരും ചിലതിന് വന്നിട്ട്. അപ്പം ഇതിൽ ഞാൻ ഫ്രീ സൈസ് നോക്കിയാണ് എടുത്തത്. ചിലതിന് നമുക്ക് സൈസ് നോക്കിയെടുക്കാം, XL വേണോ, XXL വേണോ, സ്മോൾ വേണോ, മീഡിയം എന്നുള്ളത്. അപ്പം ഞാൻ ഫ്രീ കൊടുത്ത് അതാകുമ്പം നമുക്കൊന്ന് ഓൾട്ടർ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതിയല്ലോ. മറ്റാണെങ്കിൽ ഇനിയിപ്പോൾ തുണി തികഞ്ഞില്ല വെച്ച് ഞാൻ ഫ്രീ സൈസാണ് കൊടുത്തത്. ഓക്കെ, ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഞാൻ 3/4 സ്ലീവ്സ് വെച്ചിട്ട് പഫ് സ്ലീവ്സ് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തേക്കണത്. ആൻഡ് വളരെ നല്ല അടിപൊളിയാണ് സീരിയസ്ലി. ഈ ഒരു റേറ്റിന് രണ്ടും ഒരു കളറാണ്. ആൻഡ് ഞാനിത് നോർമലായിട്ട് ഹാഫ് സാരിക്ക് എങ്ങനെയാണോ ബ്ലൗസ് തയ്ക്കുന്നത് അതേപോലെയാണ് തയ്ച്ചേക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ പട്ടുപാവടയ്ക്കൊക്കെ തയ്ക്കണ പോലെ തയ്ക്കാം. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ കളിയാക്കി ഇതിൻ്റെ ദുപ്പട്ട കണ്ടിട്ട്. ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ദുപ്പട്ട കണ്ടിട്ട് ഇതെന്തോ ബെഡ്ഷീറ്റാണോ, പിന്നെന്തോ ഇതിനോട് മാച്ചല്ല. മേ ബി ഇത് നിങ്ങൾക്ക് ഇത് തോന്നുമ്പോൾ ഇത് രണ്ടും കൂടെ മാച്ചായിട്ട് തോന്നുന്നില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര മാച്ചായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കാണുന്നത് എങ്ങനെയാണ്, ഒരേ പാറ്റേണിൽ തുമ്പിൽ എന്താണോ ബോർഡർ വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫുൾ കളർ, ഇപ്പോൾ ഒരു പച്ച എടുക്കണമെങ്കിൽ ചുവപ്പായിരിക്കും ബോർഡർ ഉണ്ട്. അപ്പോൾ ആ ചുമന്ന ഷോളാണ് പറഞ്ഞത്. അതാണ് നമ്മൾ എപ്പോഴും യൂഷ്വലി കാണുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന സിനിമയിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ നമ്മൾ കാണുന്ന പാറ്റേൺ അതാണ്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണിത്. മേ ബി ഇതിലൊരു ഓറഞ്ച് വന്നാലോ പിങ്ക് വന്നാലോ ഒക്കെ ഭംഗി ഉണ്ടായിരുന്നേനെ. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്കിതാണ് ഇഷ്ടപ്പെട്ട. ഇത് ഫുള്ള് പ്രിൻ്റഡ് ആണ്. ഈ കലങ്കാരി ഇതിൽ അതേപോലത്തെ കുറേ പ്രിൻ്റ് പറഞ്ഞാണ്. ചിലതിൽ കൃഷ്ണൻ്റെ പ്രിൻ്റുകളുണ്ട്, ചിലതിൽ ഒരുപാട് പല ടൈപ്പ് പ്രിൻ്റുകളുണ്ട്. എനിക്കിതാ ഈ ചേച്ചി എന്തെങ്കിലും കൊടവും ചുവന്നുകൊണ്ടുകൂടെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മീൻസ് കുറച്ച് ദേവകന്യകം പാടുന്നു, എനിക്ക് അതേപോലെ തോന്നി ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. കാരണം വെച്ചാൽ ഇപ്പം ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രിൻ്റ് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. പക്ഷേ എനിക്കിത് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ എങ്ങനെ വെച്ചാൽ നോർമൽ പ്ലീറ്റ് എടുത്ത് കൊടുക്കാതെ ഒറ്റ സൈഡിൽ ഇങ്ങനെ ഇട്ടേക്കാണ് ചെയ്തത്. മീൻസ് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് അയച്ച് ഇവിടെയൊക്കെ ഒന്ന് വെച്ച് ജസ്റ്റ് അങ്ങനെ ഒന്ന് ഇട്ടേക്കാണ് ചെയ്തത്. ഭയങ്കര ഒറ്റ പ്ലീറ്റിൽ നമ്മൾ സാരി ഉടുക്കൂലേ അതേപോലെ ധാവണി ഉടുക്കുകയാണ് ചെയ്താൽ നല്ലതായിരുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വാങ്ങണ്ട. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഇത് വാങ്ങാം, അത് പട്ടുപാവാട തച്ചിട്ട് ഇത് നിങ്ങൾക്കൊരു ഷോർട്ട് കുർത്തയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ നല്ലതാണ്. കാരണം ഏകദേശം 2.5 മീറ്റർ ഉണ്ട് സാധനം. സോ ഇതൊരു ഷോർട്ട് കുർത്തയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ അടിപൊളിയായിരിക്കും. ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരണ ഇതാണ് നമ്മുടെ ഒരു ധാവണി സെറ്റ് തന്നെയാണ്. ആക്ച്വലി ഗൈസ് ഇതുണ്ടല്ലോ നല്ല മസ്റ്റ്
മസ്റ്റാർഡ് യെല്ലോ കളറാണ്, ഒരു മാമ്പഴത്തിനേക്കാളും ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ്. ആൻഡ് ആ ബോർഡർ വന്നിട്ട് ഗ്രീൻ ആണ് വന്നിട്ടേക്കണം. നമ്മളെപ്പോഴും ലൈക്ക് കാണുന്ന ഒരു പാറ്റേൺ ആണ്, ആ ഒരു കളർ കോമ്പിനേഷനാണ് ആ മഞ്ഞയും പച്ചയെന്ന് പറയണത്. സോ ഒരു അത്യാവശ്യം നല്ല നല്ല വലിയ വലിപ്പത്തിലുള്ള ബോർഡറാണ് തുമ്പിൽ വന്നേക്കുന്നത്. ആൻഡ് ഇത് സെമി സ്റ്റിച്ച്ഡ് ആയിരുന്നു. ആൻഡ് ഗൈസ് ഇത് കണ്ട നന്നായിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കൂട്ടത്തിൽ ലൈനിങ് വിത്താണ് വരണത്. ഇത് സെമി സ്റ്റിച്ച്ഡ് ആണ്, കണ്ട സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഒന്നാണ്. ലൈനിങ് വിത്തായിരുന്നു വന്നത്. സോ ഇതാണ് നമ്മുടെ സ്കേർട്ട് വന്നിട്ട്. ആൻഡ് ഗൈസ് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ബ്ലൗസ് എന്ന് വെച്ചാൽ സെയിം കളർ തന്നെയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് പട്ടുപാവാടയായിട്ട് തയ്ക്കാം, ധാവണിയായിട്ട് തയ്ക്കാം, എങ്ങനെ വേണോ തയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതാണ് ബ്ലൗസ് വരുന്നത്. സ്റ്റിച്ച് ചെയ്തേക്കണം, ഇങ്ങനെ ഒരു സ്ക്വയർ നെക്കൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കണം. പിന്നെ ഞാൻ എപ്പോഴും ബ്ലൗസ് തയ്ക്കുമ്പോഴത്തേക്കും ഞാൻ പാഡഡ് ആണ് തയ്പ്പിക്കണം. കാരണം വെച്ചാൽ ഞാൻ വൈഡ് നെക്കാരിയും കൊടുക്കണം. അപ്പോൾ എനിക്ക് ഞാൻ അകത്ത് നമ്മളിരുന്ന ബ്രായ്ക്ക് അല്ലെങ്കിൽ ബ്രേസിയറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം സ്ട്രാപ്പ് വരണത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഡ്രസ്സിൻ്റെ ഓവറോൾ ലുക്കൊക്കെ മാറ്റണത് രീതിക്ക് വരും. അപ്പോൾ തയ്ക്കുമ്പോൾ പാഡഡ് തയ്ക്കാൻ നോക്കുക. ചില സ്ഥലങ്ങളിൽ കറക്റ്റ് പാഡ് തയ്ക്കൂല. ഞാനിവിടെ നെടുമങ്ങാട് മംഗലത്തിലാണ് തയ്ക്കാൻ കൊടുക്കണം കഴിഞ്ഞ കുറേ വർഷമായിട്ട്. കാരണം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്, നല്ല സ്റ്റിച്ചിങ് ആണ്. ചില സ്ഥലങ്ങളിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ കുഞ്ഞു കപ്പ് കൊടുക്കും. കാരണം എനിക്കൊരു ഫങ്ഷന് കിട്ടിയതാണ്, ഒരു ബൊട്ടിക്കിൽ ചെയ്ത് കുഞ്ഞു കപ്പ്, അത് ഭയങ്കര വൃത്തികേടാണ്. അപ്പം നിങ്ങൾ പാഡ് വെച്ച് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സൈസിനുള്ള പാഡ് വെച്ച് തയ്ച്ച് തരാൻ പറയാം. സോ ഇതാണ് നമ്മുടെ ഇത് വന്നിട്ടുള്ളത് ടോപ്പ്. ആൻഡ് സ്ലീവ്സിൽ ഇതേപോലെ ഗ്രീനിൻ്റെ കോൺട്രാസ്റ്റ് വർക്ക് വരുന്നുണ്ട്. ആന മയിൽ ഒക്കെയാണ് ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത്. നല്ല മെറ്റീരിയലാണ്. നല്ല മെറ്റീരിയൽ വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ, കളർ പോവുക അങ്ങനെ ഒന്നും ചെയ്യൂല. സോ ഗൈസ്, കാരണം ഈ ഒരു സെയിം സാധനം ഇതിൻ്റെ വേറൊരു കളറ് ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് അറിയുന്നുള്ള ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ ഒരു കോമ്പിനേഷൻ. വേറെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് നല്ല പച്ചയാണ്, നല്ല ഡീപ്പ് പച്ച, ഒരു ഫോറസ്റ്റ് പച്ച, ഓക്കെ, കാട്ടു പച്ചയാണ്. ആൻഡ് അതിൽ ഇതേ കണക്കത്തെ ഒരു ഗോൾഡൻ ഗോൾഡൻ ഒരു ഇത് ബോർഡർ പോലെ പോകുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ആൻഡ് പിന്നെ ഒരു ഫുള്ള് ഗോൾഡാണ്. അപ്പോൾ ആ ഒരു മസ്റ്റാർഡ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ല കോമ്പിനേഷനാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. സോ കണ്ട ആ മാച്ച് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചാണ്. പിന്നെ ഷോളൊക്കെ നല്ല നീളമുണ്ട്, എല്ലാം 2.5 മീറ്റർ നീളമുണ്ട്. സാധാരണ നമ്മളിപ്പം ഷോളിന് ധാവണിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2.5 മീറ്ററാണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പം ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ തയ്ക്കുമല്ലോ, മെറ്റീരിയലൊക്കെ എടുത്ത് തയ്ക്കുമല്ലോ, അപ്പോഴത്തേക്ക് തയ്ക്കാനായാലും 2.5 മീറ്ററാണ് ഷോളിൻ്റെ കറക്റ്റ് കണക്ക്. സോ മുമ്പത്തെ കൊല്ലം വരെ, കഴിഞ്ഞ കൊല്ലം അങ്ങനെയായിരുന്നു. എനിക്ക് വലിയൊരു ഇതില്ലായിരുന്നു, എനിക്ക് കുറേ ആക്സസ് അല്ലായിരുന്നു. അപ്പം ഞാൻ എങ്ങനെ വെച്ചാൽ മെറ്റീരിയൽ പോയി എടുത്ത് പല ടൈപ്പിന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ലാഭമാണ്. കാരണം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 420, 420, 500 ഇതിൻ്റെ റേറ്റ് വരണുള്ളൂ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഉപയോഗമാണ്. കാരണം ലൈനിങ് ഉള്ള സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ലെഹങ്ക ബ്ലൗസ് മാത്രം മതി, ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. സോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങളൊരു തമിഴ് സിനിമ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നയൻതാര, യാരടി നീ മോഹിനി, ഈ തൃഷയുടെയൊക്കെ കുർത്ത സെറ്റ്, ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നടനെയും സിനിമയെക്കാളും നിങ്ങൾ നടി, ലൈക്ക് അവരുടെ ഔട്ട്ഫിറ്റ്, അവരുടെ സ്റ്റൈലിംഗ് ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ ഓഫ് കുർത്ത സെറ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകും. കാരണം എനിക്ക് മറ്റേ നയൻതാരയുടെ അൻപേ അൻപേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, പാട്ടുണ്ട്. ആ പാട്ടിൽ നയൻതാര എണ്ണ ചുരിദാറൊക്കെ ഞാൻ ഇങ്ങനെ വാവോളം നോക്കുമായിരുന്നു. എന്ത് സൂപ്പറാണെന്നറിയോ. അപ്പം ഞാൻ ഇങ്ങനെ ലൈക്ക് ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും ഞാൻ കണ്ടതാണ് ഒരു ഭയങ്കര നല്ല മെറൂണും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള, മെറൂൺ ഗ്രീൻ ബ്ലാക്ക്, അതാണ് കോൺട്രാസ്റ്റ് വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റ്. ആൻഡ് ഗൈസ്, ഇത് നിങ്ങളൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. കാരണം ഇത്
ഇത് ഭയങ്കര സൂപ്പറാണ്. ഇതൊരു അനാർക്കലി കുർത്ത സെറ്റാണ്. ഇതാണ് വരുന്നത്. നെക്കൊന്നും ഒരുപാട് ഇറങ്ങിയ ഡീപ്പ് നെക്കൊന്നും അല്ല, പക്ഷെ എന്നാൽ ഒരുപാട് കയറിയതുമല്ല. എന്താ സ്ലീവ്സിൻ്റെ കണ്ട നമ്മുടെ ആ ഷോൾഡറിൻ്റെ പോർഷനിലായിട്ട് ഇങ്ങനൊരു പാറ്റേൺ വരണുണ്ട്. ഒരു ബ്ലാക്ക് ബ്രൊക്കേഡ് ഇല്ലേ, ആ ഒരു പാറ്റേണാണ് പോയേക്കുന്നത്, ആ ഒരു മെറ്റീരിയൽ. ആൻഡ് സ്ലീവ്സിൻ്റെ എൻഡിലും ഇതേപോലെ ഗ്രീൻ ബ്രൊക്കേഡ്, ബ്ലാക്ക് ബ്രൊക്കേഡിൽ ഗ്രീൻ പൈപ്പിംഗ് ആണ് പോയേക്കുന്നത്. ബാക്കിൽ വള്ളിയൊക്കെ ഉണ്ട്. ആൻഡ് തുമ്പ് പോർഷനിൽ നല്ല വലിയ ബോർഡറിൽ ബ്ലാക്ക് ബ്രൊക്കേഡും ഗ്രീൻ ബോർഡറും. സോ ഗൈസ് ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. ആൻഡ് ഇതിൻ്റെ ലൈനിങ് ഒക്കെ ഉണ്ട്, ലൈനിങ് ഉണ്ട്. ഇത് ലൈക്ക് ഞാൻ പോയി സ്റ്റിച്ച് ചെയ്ത് വാങ്ങിച്ചാൽ ഓൾറെഡി സ്റ്റിച്ച് ആയിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് കുറച്ച് ലൂസായിരുന്നു, ഒരു പൊടിക്ക് ലൂസായിരുന്നു. അപ്പം ഞാൻ കൊണ്ട് ഓൾട്ടർ ചെയ്യാണ് ചെയ്തത്. സോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത്ര നല്ല കോമ്പിനേഷനാണ്. പാൻസ് വരുന്നില്ല, പക്ഷെ ദുപ്പട്ട വരുന്നുണ്ട്. ദുപ്പട്ട എങ്ങനെയെന്ന് വെച്ചാൽ നല്ലൊരു ഗ്രീൻ ദുപ്പട്ട ആൻഡ് എൻഡിൽ ഇതേപോലെ ബ്ലാക്ക് ബ്രൊക്കേഡ് ഇതാണ് ബോർഡറാണ് വരുന്നത്. സോ ഇതൊരു മസ്റ്റ് ട്രൈ കോമ്പിനേഷൻ. വേറെ ഒരുപാട് കളേഴ്സ് ഉണ്ട്, പക്ഷേ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടു മറന്ന ഒരു കളറാണ് ഈ ഒരു മെറൂൺ റെഡ് എന്ന് പറയുന്നത്. ഗൈസ് അത്യാവശ്യം നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ ഇത് കിട്ടും. സോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യല്ലേ, അല്ലെങ്കിൽ മിസ് ചെയ്യല്ലേ ഇത്, കാരണം ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതേപോലെ ഇങ്ങനെ ഫ്രണ്ടിൽ ബട്ടണൊക്കെ വരുന്നുണ്ട്, നല്ലതാണ്. ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ആക്ച്വലി ഇതൊരു ഒരു ടൈപ്പ് ഓഫ് ജോർജറ്റ് പോളിസ്റ്റർ മിക്സാണ്. സോ അങ്ങനത്തെ ക്ലോത്ത് ചില ആൾക്കാർക്ക് കോട്ടൺ മാത്രമേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട. പക്ഷെ അതർവൈസ് നിങ്ങൾക്ക് എന്നെപ്പോലെ കൊള്ളാമോ ഞാൻ വാങ്ങും എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. എനിക്ക് വെച്ചാൽ ചിലത് നമ്മൾ റേറ്റും 200 രൂപയ്ക്കൊക്കെ, പക്ഷെ ഭയങ്കര സൂപ്പർ ടോപ്പുകളായിരിക്കും. എനിക്കത് മതി. അങ്ങനെ റേറ്റല്ല, ആ ഒരു കാണാനുള്ള ചന്തം, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സ്റ്റൈല് എത്ര നമ്മൾ ലൈക്ക് 100 വരെ ടോപ്പ് ആയാൽ പോലും നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഇതെന്ന് പറയുന്നത്. സോ ഇതാണ് നിങ്ങൾക്ക് ഞാൻ മസ്റ്റ് ട്രൈ പറയുകയാണ്. ഇത് അത്ര നല്ല കുർത്ത സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടേക്കണ വന്നിട്ട് നിങ്ങൾക്ക് ഇത് ഈ കളർ കണ്ടിട്ട് എന്ത് കളറായിട്ട് തോന്നുന്നു പറഞ്ഞാൽ, എനിക്കൊരു പീച്ച് പിങ്ക്, ബേബി പിങ്കിൻ്റെ ഒക്കെ ഒരു മിക്സ് ആയിട്ടാണ് തോന്നുന്നത്. ബേബി പിങ്ക് എന്ന് വെച്ചാൽ ബേബി പിങ്കും അല്ല, പീച്ച് ആണെന്ന് വെച്ചാൽ പീച്ചും അല്ല, പക്ഷെ ഒരു അടിപൊളി ധാവണി സെറ്റാണ്. അല്ലെങ്കിൽ ഇത് ലെഹങ്ക എന്ന് വേണമെന്ന് പറയാൻ, കാരണം ഇച്ചിരി ഒരു ആഡംബരമൊക്കെ ഉണ്ട് ഇതിന്. ആൻഡ് ഇത് സെമി സ്റ്റിച്ച്ഡ് ആയിരുന്നു. സ്കേർട്ട് വന്നിട്ട് ഹുക്കല്ല വരണത്, വള്ളിയാണ് വരണത്. സോ അതാകുമ്പോൾ പേടിക്കേണ്ട. പണ്ടൊക്കെ എനിക്ക് സ്കൂളിലോ കോളേജിൽ അല്ലെങ്കിൽ എവിടെ ആയാലും പരിപാടിക്ക് പോകുമ്പോഴത്തേക്ക്, ഓണപ്പരിപാടിക്ക് ഹുക്ക് ഇട്ടുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ബസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ എണീക്കുമ്പോൾ ഹുക്ക് ലൂസായിട്ട് ഞാൻ എണീക്കുമ്പോൾ അഴിഞ്ഞ് വീഴൂ, അങ്ങനെയൊക്കെ ഭയങ്കര. അപ്പം ഞാൻ എപ്പോഴും ഒരു പിന്നൂടെ കുത്തിക്കൊണ്ടേ പോകുള്ളൂ. അപ്പം ഞാൻ എൻ്റെ എത്ര തവണ എൻ്റെ വയറ്റിൽ പിന്നൂത്തിറക്കുന്നുണ്ട്, ചങ്ങ കയറിപ്പോൾ നല്ല ജസ്റ്റ് കുത്തിയിട്ടുണ്ട്. അപ്പം ഇതങ്ങനെ പേടിക്കേണ്ട, വള്ളിയാണ്. ആൻഡ് നല്ല ഫ്ലയേർഡായിട്ട് കിടക്കുന്ന ഒരു പാവാടയാണ്. പാവാടയുടെ തുമ്പിൽ ഇതേപോലത്തെ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കളർ കോമ്പിനേഷനാണ്. കാരണം നമ്മളെപ്പോഴും കാണുന്ന പാറ്റേൺ അല്ലാതെ ഡിഫറെൻറ്റ്. ഇതിന് കണ്ട ഇനി അവർ മെറൂൺ ദുപ്പട്ടയാണ് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. ഈ ഡ്രസ്സിൻ്റെ 7 അയലത്ത് പോലും മെറൂൺ കളറിൻ്റെ ഒരു ഹൈലൈറ്റ്സ് പോലും ഇല്ല, പക്ഷെ എന്നാലും മെറൂണാണ് സ്റ്റൈൽ ചെയ്തേക്കണം. ആൻഡ് മെറൂൺ ദുപ്പട്ടയുടെ ഫുൾ ഇതേപോലെ വർക്ക് ഉണ്ട്. ആൻഡ് തുമ്പിലും എൻഡിലും ഇതേപോലെ ഗോൾഡിൻ്റെ വർക്ക് ഉണ്ട്. സോ നൈസ് എന്ന് വെച്ചാൽ നല്ലത്. മെഷീൻ വർക്കാണ് വെച്ചാൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കില്ല, അങ്ങനത്തെ അല്ല, കല്ലോ മണ്ണോ ഒന്നുമല്ല, അങ്ങനത്തെ ഇളവിപ്പോൾ ഒന്നും പേടിക്കേണ്ട. ആൻഡ് ദുപ്പട്ടയ്ക്കും നല്ല നീളമുണ്ട്, പാവാടയും നല്ല ഫ്ലയേർഡാണ്. ആൻഡ് സ്ലീവ്സ് ഞാൻ ഇത്ര 3/4 സ്ലീവ്സ് വെച്ചാണ് തയ്ച്ചത്. എനിക്ക് 3/4 സ്ലീവ്സും ഇങ്ങനെ ഇങ്ങനെ ലൈക്ക് ഒരു വി നെക്കോ, എനിക്കിങ്ങനെ കുറച്ച് വൈഡ് നെക്കൊക്കെയാണ് ഇഷ്ടം. കാരണം എൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് എൻ്റെ ഷോൾഡർ ശ്രദ്ധിച്ചറിയാൻ പറ്റും. എൻ്റെ ഷോൾഡർ ഒരു ദൊമക്ക് ഷോൾഡറാണ്, കണ്ട ഭയങ്കര വീതിയുള്ള ഭയങ്കര ബ്രോഡ് ഷോൾഡറാണ് എൻ്റെ ഷോൾഡർ. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ഞാൻ കുറച്ച് വൈഡായിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടി തയ്ക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മീൻസ് ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ട്രൈ ചെയ്യുക. കാരണം ഇതിൻ്റെ വേറെ കളറും ഉണ്ട്, ഒരു ഗ്രീനും ബ്ലൂവും പേരുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ വെറൈറ്റി ഇൻട്രസ്റ്റ് ആൾക്കാരുള്ളതാണെങ്കിൽ, വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന പാറ്റേൺ ഒന്നും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇത് ഇപ്പം ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുള്ളായിരിക്കും, എപ്പോഴും യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. സോ ഒരു ധാവണി സെറ്റാണ്. ആക്ച്വലി എവരിതിൽ മെൻഷൻ ചെയ്തേക്കണ ലെഹങ്ക ചോളി സെറ്റാന്നൊക്കെയാണ്, നോക്കണ്ട.
ദാ ഇതാണ് സ്കേർട്ട് വന്നിട്ട് നല്ല ക്രീം കസവിൻ്റെ സ്കേർട്ടാണ്. ആൻഡ് എൻഡിൽ ഇതിനകത്തൊരു വലിയ ബോർഡറൊക്കെ വരണോണ്ട് തന്നെ ഈ ഒരു പ്രീമിയം ലുക്ക് കിട്ടും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹുക്കല്ല, വള്ളിയാണ്. ഇനിയിപ്പോൾ പേടിയുണ്ടായിരിക്കും ടൈറ്റ് ചെയ്താൽ 2 കെട്ടായി പോവോ എന്നൊക്കെ ഉള്ളത്. എനിക്ക് നമ്മൾ സൈഡിലൊരു പിന്നൂടെ കെട്ടി തൂക്കിയിട്ടെന്ന് അതാകുമ്പോൾ നമുക്ക് കൊരുത്തെടുക്കല്ല പെട്ടെന്ന്. ഓക്കെ ഉറക്കം വേണം, കൊരുത്തെടുക്കല്ല പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്കേർട്ട് വന്നിട്ട്. സ്കൈലിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കുഞ്ഞു കുഞ്ഞു ഗോൾഡിൻ്റെ ഒരു വർക്കാണ്, ഇങ്ങനെ മെഷീൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലാതെ ഒട്ടിച്ചൊന്നും വെച്ചേക്കണമൊന്നുമല്ല. സോ ഇതാണ്, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഫുൾ സ്കേർട്ട് ഇതേപോലെ തന്നെയാണ് കാണാൻ വേണ്ടി. ഇതാണ് സ്കേർട്ട്. ആൻഡ് ഗൈസ്, ഇതിൻ്റെ ബ്ലൗസ് പല കളറിൽ അവൈലബിൾ ആണ്. പിങ്ക് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, മെറൂൺ ഉണ്ട്, പല കളറിലുണ്ട്. ഞാൻ ദാ ഈ ഒരു സ്കൈ ബ്ലൂ ആണ് എടുത്തത്. സ്കൈ ബ്ലൂ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഒരുപാട് ഇതില്ലായിരുന്നു, മീൻസ് മീറ്റർ ഒരുപാടൊന്നും ഇല്ലായിരുന്നു. അപ്പം എനിക്ക് കുട്ടി സ്ലീവാണ് ഞാൻ തച്ചത്. കണ്ട, ഞാനെല്ലാം തെച്ച് തന്നത്. ഓക്കെ, സ്ലീവ്സിൻ്റെ എൻഡിലും ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അവിടെ ഇവിടെ സ്കാറ്റേർഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിശ്വാസം. സ്കാറ്റേർഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അടിപൊളി എന്ന് പറയൂ, ഭയങ്കര അടിപൊളി. കാരണം വേർത്താണ്. നിങ്ങൾക്ക് സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളൊരു ഇതാണ് കിട്ടുന്നത്. കാരണം പാവാട നിങ്ങൾക്ക് തയ്ക്കേണ്ട ഒരാവശ്യവും വരില്ല. നിങ്ങൾക്ക് ആകെ തയ്ക്കേണ്ടി വരുന്ന ബ്ലൗസ് മാത്രമാണ്. അതർവൈസ് ഇത് ഭയങ്കര പ്രോഡക്റ്റാണ്. നമ്മൾ അടിപൊളി പ്രോഡക്റ്റാണ്. കാരണം നമ്മൾ മെറ്റീരിയൽ എടുത്ത് തച്ച് അതിൻ്റെ റേറ്റിനേക്കാളും എനിക്ക് തോന്നുന്നു ഇത് അഫോർഡബിൾ ആണ്. കാരണം ഈ ഒരു സ്കേർട്ടൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും സ്റ്റൈൽ ചെയ്യാം. അമ്പലത്തിൽ പോകുമ്പോൾ സ്റ്റൈൽ ചെയ്യാം, ഓണത്തിന് പല കാരണം ബ്ലൗസ് മാറ്റി സെറ്റ് ഷോളൊക്കെ മാറ്റി അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത്. ആൻഡ് ദുപ്പട്ടയും സെയിം കളർ തന്നെയാണ്. സെയിം കണ്ട ഇതേപോലത്തെ സ്കാറ്റേർഡ് ആയിട്ടുള്ള പ്രിൻറ്റ്, ബോർഡറിലും ഇതേപോലെ നല്ല ഗോൾഡിൻ്റെ പ്രിൻറ്റ് പോകുന്നുണ്ട്. നല്ല വലിയ ഷോളാണ്, 2.5 മീറ്റർ. എല്ലാ ഷോളും 2.5 മീറ്റർ ഉണ്ട്. നല്ലതാണ് കേട്ടോ. കാരണം ഇപ്പം നിങ്ങൾക്ക് സ്കൂളിലോ കോളേജിലോ എവിടെയെങ്കിലും ഓണത്തിന് കസവിൻ്റെ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇതേണക്കത്തെ റിലേറ്റഡ് ആയിട്ട് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇപ്പോൾ ഓണത്തിനൊക്കെ അനിയത്തിമാർ കാണും, ചേച്ചിമാർ കാണും, ഇല്ലെന്നുണ്ടെങ്കിൽ കസിൻസ് കാണും. അവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, അക്കോബിയും ആരെങ്കിലും ഒരാൾ ഒരു പെണ്ണായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൂടെ വെച്ചാൽ വേറെ ഒരു രീതിയും കൊണ്ടല്ല. കാരണം എനിക്ക് ഒരുക്കാനായിട്ട് അവന്മാർക്ക് അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അബി പിന്നെയും കുഴപ്പമില്ല, അബി സ്കിൻ കെയറിൽ അക്കുനൊന്നും താല്പര്യമില്ല. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ ഓണത്തിനും ഇങ്ങനെ ഓരോ ഫ്രോക്കും അതും ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ. പക്ഷെ രണ്ടുപേരും ഗൈസ് എന്ത് ചെയ്യാൻ, അമ്മമാർക്ക് ബാഗി, സൂപ്പർ ബാഗി ജീൻസ്, സൂപ്പർ ബാഗി ഷർട്ട് എന്നൊക്കെ പറയണം അമ്മമാർ നടക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഗേൾസ് ചൈൽഡുള്ള ആൾക്കാർ ഭയങ്കര ലക്കിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് നന്നായിട്ട് ഒരുക്കാം, പക്ഷെ അതൊരു അടിപൊളിയാണെന്ന് എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. ബിക്കോസ് എനിക്കൊരു കസിനുണ്ടേ, അവളും ഭയങ്കര ഇതാണ്. നിങ്ങൾക്ക് ആ ഒരു രണ്ട് വൈബാണ്. ഗേൾ ബേബിയും ബോയ് ബേബിയും കൂടെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് വൈബിൽ എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പറയുക. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ദുപ്പട്ട വന്നിട്ട്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഓണത്തിന് ഒരു ദാവണി കളക്ഷൻ. പിന്നെ ഞാൻ ഒരു കുർത്ത സെറ്റ് കൂടെ കാണിച്ചതേ ഉള്ളൂ. വേറെയും കുറച്ചൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വഴിയെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഇതിൽ എല്ലാം ഒന്നുപോലും നഷ്ടമില്ല. കാരണം ഞാനിതെല്ലാം മിക്കതും ഷോപ്സിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരു ടെൻഷനായിരുന്നു. ഞാൻ ആദ്യമായിട്ടല്ല, ഷോപ്സിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ടോപ്പുകൾ. ഇവിടെ വീട്ടിലെ കിച്ചൻ്റെ ആവശ്യങ്ങൾക്ക് മിക്ക ഞാൻ ഷോപ്സിൽ നിന്നാണ്. എനിക്കൊരു ടെൻഷനായിരുന്നു, അയ്യോ ഞാൻ എന്തെങ്കിലും റിട്ടേൺ കൊടുക്കേണ്ട. പക്ഷേ എനിക്കൊന്നും റിട്ടേൺ കൊടുക്കേണ്ടി വന്നില്ല. കാരണം എല്ലാം ഞാൻ എക്സാക്ട് പിക്ചറിൽ പോലെ തന്നെയാണ് കണ്ടത്. മെറ്റീരിയൽ ക്വാളിറ്റി വൈസിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഇത്രയും നല്ല റേറ്റിൽ നല്ല സാധനങ്ങൾ കിട്ടിയതിൽ ഓഫ് കോഴ്സ് നമുക്കത് പോരെ ഇടാം. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ